ഹലോ മുത്തുമണീസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ഒരു കേക്ക് മേടിക്കാൻ വെച്ചാണ്. താത്തയുടെ മോളുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിക്കാനായിട്ട് പോവാണ് ഗൈസ്. ഇത് നമ്മൾ പുറത്തുനിന്നല്ല ഓർഡർ ചെയ്തത്. ഇത് കസിൻ സിസ്റ്ററാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കക്ഷി കേക്ക് മേക്കർ. നല്ലൊരു കേക്ക് മേക്കറാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കിട്ടി ഗായ്സ്, കിട്ടി, കേക്ക് കിട്ടി. നമുക്ക് അവിടെ പോയി ഓപ്പൺ ആക്കിയാൽ പോരെ? ശരി ഇടാത്തന്നാ പോയിട്ടരാം. ഇവൾക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളത് കേക്കൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് അൽഫാം മന്തി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് പോയത്. ഭയങ്കര നാളൊക്കെ വന്നിട്ടാണ് അവൾ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മുഖം കണ്ടാലറിയാം. അവൾക്കല്ല കൊടുക്കേണ്ടത്, അങ്ങനെയാണ്. കേക്ക് കഴിക്കുന്ന കണ്ടിട്ട് ആരും കണ്ണ് വെക്കരുത് കേട്ടോ. കേക്ക് കാര്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ കേക്കും ഫുഡും മാത്രമായിരുന്നില്ല, നമുക്ക് പായസം ഉണ്ടായിരുന്നു ഗൈസ്. നല്ല ടേസ്റ്റി ഗോതമ്പ് പായസം. എനിക്ക് പേഴ്സണലി സേമിയ പായസം അല്ലെങ്കിൽ പാൽ പായസമൊക്കെയാണ് ഇഷ്ടം. പിന്നെ പായസമല്ലേ, കിട്ടിയാരും കുടിക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ അവരതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ വിരുന്ന് കഴിഞ്ഞ് പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവർ മാത്രമല്ല, അതിൻ്റെ പിന്നാലെ ഞാനും എൻ്റെ വിരുന്ന് കഴിഞ്ഞ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകേണ്ട തിരക്കിലായിരുന്നു. അപ്പോൾ ഇവർ യാത്ര അയച്ചിട്ട് വേണം എനിക്കിറങ്ങാൻ. ഓ ശരിട്ടാ, പോവാണ് ഗൈസ്. അവർ പോവുകയാണ് ഗൈസ്. അങ്ങനെ അവരെ യാത്രയാക്കിയതിന് ശേഷം ഞാൻ അകത്ത് വന്ന് എൻ്റെ തുണിയും സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി ബാഗിലാക്കി വെച്ചു. എന്നൊക്കെ പറഞ്ഞാലും വീട്ടിൽ നിന്ന് വിരുന്നൊക്കെ കഴിഞ്ഞ് പോവുക എന്ന് പറയുന്നൊരു സങ്കടമുള്ള കാര്യമാണല്ലേ. അങ്ങനെ 2 ആഴ്ചത്തെ ലീവൊക്കെ കഴിഞ്ഞ് ചട്ടിയും ബാത്റൂം ബാഗൊക്കെ ആയിട്ട് ഞാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത കുറേ വിശേഷങ്ങളായിട്ട് വരുന്നവരേക്കും ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതൊക്കെ ഓർമ്മയോടെ ചെയ്തേക്കണം, എന്നാലല്ലേ കാര്യമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഫ്രണ്ട്സ്.